കരിയർ പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം രമ്യ ഗിരിജ. +2 എടുത്ത് പഠിക്കാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇന്നുണ്ട് അല്ലേ? സയൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, ഇനി നമുക്ക് സൈക്കോളജി, ലീഗൽ സ്റ്റഡീസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് പഠിക്കാനുള്ള അവസരം ഇന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും പല കുട്ടികളും ഈ പറയുന്ന സബ്ജക്റ്റിൽ ഡെപ്തിൽ പോകാൻ താല്പര്യമില്ല. എന്നാൽ പോകാൻ താല്പര്യമുള്ളത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അപ്പോൾ പിന്നെ മാനേജ്മെൻറ്റ് പഠിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കാറുണ്ട്. അതിൽ കൂടുതലായിട്ടും ചോദിച്ച് കാണുന്നത് BBA എടുത്ത് MBA പഠിച്ച് അങ്ങനെ പോകാം, അപ്പോൾ നമുക്ക് ജോലി കിട്ടാനും സാധ്യതയുണ്ട്, എന്നാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്തായാലും MBA ചെയ്യണം, ഇങ്ങനെയൊക്കെയാണ് സാധാരണ കേൾക്കാറുള്ളത് അല്ലേ? എന്നാൽ വേറെ ഒരു കോഴ്സുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് BMS, ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. അതെന്താണ്, അത് ആർക്കാണ് ഉപയോഗപ്പെടുന്നത്, ഏതൊക്കെ തരം ജോലികൾക്കാണ് ഈ പറയുന്ന ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഉപയോഗപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. അതുകൂടാതെ BBAയുടെയും BMSൻ്റെയും വ്യത്യാസം എന്തെന്നും നമുക്ക് മനസ്സിലാക്കാം. ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണ്. അതുകൂടാതെ ഓൺട്രപ്രണർഷിപ്പ് സ്കില്ലിലേക്ക് പോകാനായിട്ട് സാധ്യതയുള്ള കുട്ടികൾക്കാണ്. അതായത് ഒരു ഓൺട്രപ്രണറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും BMS എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു ലീഡർഷിപ്പ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. സാധാരണ നമ്മൾ കാണുന്ന BBAയിൽ നിന്ന് BMS വ്യത്യസ്തമാവുന്നത് അവിടെയാണ്. ഇതെന്ന് പറയുന്നത് വെറും ഒരു ക്ലാസ് റൂം പ്രോഗ്രാം മാത്രമല്ല, ഇവിടെ കുറേ പ്രാക്ടിക്കൽ സ്കില്ലും ഈ പറയുന്ന ഇൻറ്റേൺഷിപ്പും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് BMS എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കോർപ്പറേറ്റ് വേൾഡിൽ BMS ഇത്രയും അംഗീകരിക്കപ്പെടുന്നത്? കാരണം ഇവിടെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ അല്ല പഠിക്കുന്നത്, നമ്മൾ സ്ട്രാറ്റജിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഒരു ബിസിനസ് എങ്ങനെ റണ്ണ് ചെയ്യാം, ആൾക്കാരുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഒരു ബിസിനസ് ഗ്രോത്തിന് എന്തൊക്കെ സ്ട്രാറ്റജിയാണ് ആവശ്യം, അതിന് ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ നിലനിർത്തേണ്ടത്, എങ്ങനെയാണ് ഒരു മണി ഫ്ലോ മാനേജ് ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഫിനാൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്, HR നമ്മൾ പഠിക്കുന്നുണ്ട്, അതുകൂടാതെ എങ്ങനെയാണ് ഒരു ബിസിനസ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെയാണ് ഈ പറയുന്ന BMSൻ്റെ ഇമ്പോർട്ടൻസ്. ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാരെ സാധാരണഗതിയിൽ പറയുന്നത് അവർ ഇൻ്റർവ്യൂ റെഡിയായിട്ട് ഇറങ്ങുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി റെഡിയായിട്ട് ഇറങ്ങുന്ന ആൾക്കാരാണ് എന്നാണ്. നോർമലി നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ആ കോഴ്സ് ചെയ്യുന്നു ബട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, സോ ആരെങ്കിലും നമുക്ക് ജോലി തരണം, അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം, അങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് സമ്പാദിക്കുമ്പോൾ BMS എന്ന് പറയുന്ന പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന എക്സ്പീരിയൻസോട് കൂടെയാണ് ഇറങ്ങുന്നത്. കാരണം അതിൻ്റെ സ്ട്രക്ചറും സിലബസും അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ എനിക്ക് BMS ആണോ ചേരുന്നത് അതോ BBA ആണോ ചേരുന്നത് എന്നുള്ള കൺഫ്യൂഷൻസ് കുട്ടികൾക്കുണ്ടാവും. സോ ആർക്കാണ് BMS ചേരുന്നത്, ആർക്കാണ് BMS തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ BMS എന്ന് പറയുന്ന പ്രോഗ്രാം ചേരുന്നത് അത്യാവശ്യം ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണ്. അതുമാത്രമല്ല ഒരു ലീഡർഷിപ്പ് റോളുകൾ എടുക്കാനും ഒരു ടീമിനെ മുന്നോട്ട് നയിക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, ഇനി അതല്ല കോർപ്പറേറ്റ് വേൾഡിൽ തന്നെ എനിക്ക് വർക്ക് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന ഒരു കോഴ്സാണ് ഈ BMS എന്ന് പറയുന്നത്. അതുമാത്രമല്ല HR റിക്രൂട്ട്മെൻറ്റ്, ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ്, ഒരു ഗ്ലോബൽ ലെവലിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. സ്വന്തമായി ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ പ്രോഗ്രാമാണ് BMS എന്ന് പറയുന്നത്. അപ്പോൾ ഈ BMS എന്ന് പറയുന്നത് എവിടെ പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ്, ഈ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നത് BBA ആണ്. അപ്പം ഇത് എങ്ങനെയാണ് അറിയുന്നത്, എവിടെ ഉണ്ട് എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഇന്ന് BMS കോഴ്സ് പല യൂണിവേഴ്സിറ്റികളിലും സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BBA പോലെ തന്നെ BMS എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുമുണ്ട്. ഇതിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഉണ്ട്. മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. +2 കഴിഞ്ഞ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നതിൽ ഒരു യൂണിവേഴ്സിറ്റി സാർക്ക് യൂണിവേഴ്സിറ്റിയാണ്. ഡൽഹിയിലാണ് ആ യൂണിവേഴ്സിറ്റി. സാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അതൊരു സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷനാണ്. ഇതിലൊരുപാട് കൺട്രീസ് ഉണ്ട് സൗത്ത് ഏഷ്യയിൽ നിന്ന്. അപ്പം ഈ പറയുന്ന കൺട്രീസിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് സാർക്ക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി, SAU എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും മാനേജ്മെൻറ്റ് സ്റ്റഡീസ് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന BMS എക്സ്ക്ലൂസീവ്ലി പഠിക്കാനായിട്ട് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന് നിങ്ങൾ എഴുതേണ്ട എൻട്രൻസ് എക്സാമിനേഷൻ്റെ പേരാണ് CUET എന്ന് പറയുന്നത്.
CUET എൻട്രൻസ് +2 കഴിഞ്ഞ് CUET UG എൻട്രൻസ് എഴുതുക. അതിനുശേഷം ഈ പറയുന്ന BMS ഉള്ള കോളേജുകളിൽ നമ്മൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ മാർക്ക് അനുസരിച്ചിട്ട് നമുക്കവിടെ അഡ്മിഷൻസ് ലഭിക്കും. ഇനി BBAയും BMSും തമ്മിലുള്ള വ്യത്യാസമാണ്. BBA എന്ന് പറയുമ്പോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷനാണ്. ഒരു കമ്പനിയെ എങ്ങനെ ആണ് ഒരു ഓപ്പറേഷണൽ ലെവൽ കമ്പനിയുടെ എന്ന് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുകയും അക്കൗണ്ടിങ്, ഫിനാൻസ്, എക്കണോമിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് BBA എന്ന് പറയുന്നത്. ഇനി BMS എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലീഡർഷിപ്പും ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒരു കമ്പനീനെ സ്ട്രാറ്റജിക്കലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് BMS എന്ന് പറയുന്ന കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ലെവലിലാണ് നിങ്ങൾക്ക് പോകേണ്ടത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് ഡിഗ്രി ലെവലിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇതിൽ ഏതെടുത്താലും BBA എടുത്താലും BMS എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫർദർ ഹയർ സ്റ്റഡീസിൽ MBAക്ക് പോകാവുന്നതാണ്. അതിലൊരു വ്യത്യാസവുമില്ല. പക്ഷേ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് BMSകാർ സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് ഈ പറയുന്ന പോലെ ഒരു ഓൺട്രപ്രണർ സ്കില്ലിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അതേസമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓപ്പറേഷൻസ്, ഫിനാൻസ്, അക്കൗണ്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമ്മുടെ ഇവിടെ ജനറലി നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറലി BBA, MBA അല്ലെങ്കിൽ MBA ഉണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. പക്ഷേ നമ്മൾ പുറത്തോട്ടോ അല്ലെങ്കിൽ ഒരു ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഒരു സാലറി നമുക്ക് കിട്ടുന്ന ജോബൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് നോക്കും ഈ പറയുന്ന വ്യക്തി ഓപ്പറേഷണൽ ലെവലിലാണോ കൂടുതൽ സ്കില്ലുള്ളത്, അതാണോ കൂടുതൽ പഠിച്ചിരിക്കുന്നത്, അതോ ഒരു സ്ട്രാറ്റജിക് ഡെവലപ്മെൻറ്റിലാണോ. അപ്പം പോസ്റ്റുകളും അതിനനുസരിച്ചിട്ടാണ്. അപ്പം ഒരു സ്ട്രാറ്റജിക് ഡെവലപ്മെൻറ്റ് ആവശ്യമുള്ള ഒരു കമ്പനിയാണ് ആ പോസ്റ്റിലേക്കാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിഭാഗക്കാരെ ആയിരിക്കും എടുക്കാൻ സാധ്യതയുള്ളത്. അതേസമയത്ത് അക്കൗണ്ടിങ്ങിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓപ്പറേഷണൽ ലെവലിലുള്ള ആൾക്കാരെയാണ് അവർക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന BBA കഴിഞ്ഞ ആൾക്കാരെ അവർ റിക്രൂട്ട് ചെയ്യാറുണ്ട്. ഇനി ഏത് ജോലി നമ്മൾ എടുത്ത് നോക്കിയാലും നമ്മുടെ ഹയർ സ്റ്റഡീസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ സാലറി അതിനനുസരിച്ചിട്ടാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്, അല്ലേ? അപ്പോൾ നമ്മളുടെ ലേണിംഗ് എന്ന് പറയുന്നത് ഏണിങ്ങിനും ഒരു അടിസ്ഥാനമാണ്. അപ്പം ഏത് ഗ്രാജുവേഷൻ പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് മുന്നോട്ട് പോവുക. പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുമ്പോൾ നല്ല യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഇപ്പം മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് IIMs ആണ്, അല്ലേ? IIM ബാംഗ്ലൂരോ, IIM ലക്നൗ, അങ്ങനെയുള്ള IIM അഹമ്മദാബാദ്, ഇങ്ങനെയുള്ള ഒരുപാട് IIMs ഉണ്ട്. അപ്പം അവിടെ നിന്ന് നമുക്ക് ഈ പറയുന്ന കോഴ്സിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും മാനേജ്മെൻറ്റ് സ്റ്റഡീസ് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന സിലബസ് ഉള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സോ നമുക്ക് ഫിനാൻസ് ഒരു കൺസേൺ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ചൊരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്കൊരു ലോണൊക്കെ എടുത്ത് നമുക്ക് മുന്നോട്ട് പഠിക്കാം, എനിക്ക് IIMൽ തന്നെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അല്പം എക്സ്പെൻസ് നമുക്ക് ഉണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സിൽ വരുന്ന കമ്പനികൾ ഒരുപാട് നല്ല കമ്പനീസ് വരാറുണ്ട്. അതിനനുസരിച്ച് സാലറിയും ഓഫർ ചെയ്യാറുണ്ട്. സോ ഒരു ബാങ്ക് ലോൺ നിങ്ങൾക്ക് അടച്ചു തീർക്കാനായിട്ട് ഈ പറയുന്ന വലിയൊരു ബുദ്ധിമുട്ട് സാധാരണ വരാറില്ല. ഈവൻ IIMൻ്റെ സ്കോർ ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളവിടെ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ബാങ്കുകളും നമുക്ക് ലോൺ തരാനായിട്ട് കുറച്ച് ഇൻട്രസ്റ്റഡ് ആണ്. കാരണം അവർക്കറിയാം ഈ പറയുന്ന വ്യക്തിക്ക് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ട്, അവർക്ക് ജോലി കിട്ടും എന്നുള്ളത്. സോ ഈ പറയുന്ന കോഴ്സ് എവിടെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാലും അവിടെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്നും ഏതൊക്കെ തരത്തിലുള്ള കമ്പനികളാണ് അവിടെ വരുന്നതെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇന്ന് അത്യാവശ്യം ടോപ്പ് യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ അവരുടെ ഓരോ വർഷത്തെയും ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സിൻ്റെ റിപ്പോർട്ട്സ് കൊടുക്കാറുണ്ട്. റീസെൻ്റ്ലി IIMൻ്റെ റിപ്പോർട്ട് ഞാൻ എടുത്ത് നോക്കിയ സമയത്ത് അവർക്ക് വന്ന കമ്പനി ഏതാണെന്നും കുട്ടികൾക്ക് എത്രയാണ് പാക്കേജ് ഓഫർ ചെയ്തിരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതിൽ +2 കഴിഞ്ഞ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് പോയ ടോപ്പായിട്ടുള്ള IIMൽ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന പാക്കേജ് എന്ന് പറഞ്ഞാൽ 1 ഇയറിൽ 1 crore ആണ്. സോ യു ക്യാൻ ഓൾസോ ചെക്ക് ഇൻ ദ വെബ്സൈറ്റ്. അപ്പം എല്ലാ ഡീറ്റെയിൽസും ഇന്ന് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ എസ്പെഷ്യലി മാനേജ്മെൻറ്റ് കോഴ്സ് എടുക്കുന്ന സമയത്ത് കോളേജും യൂണിവേഴ്സിറ്റിയും അവിടുത്തെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സും അവിടുത്തെ അലുമിനി അസോസിയേഷനും നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയതിന് ശേഷം മാത്രമേ ഈ മാനേജ്മെൻറ്റ് സ്റ്റഡീസിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കാവുള്ളൂ. ഇനി നമുക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞല്ലോ. ഇനി എവിടെയൊക്കെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്ന്. ഇപ്പം HR ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഈ പറയുന്ന മാനേജ്മെൻറ്റ് സ്റ്റഡീസ് കഴിഞ്ഞ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞതുപോലെ അവിടെയും ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് കഴിഞ്ഞ ആൾക്കാർക്ക് ജോലി സാധ്യതകളുണ്ട്.
ബിസിനസ് ഡെവലപ്മെൻറ്റിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് ജോലി സാധ്യതയുണ്ട്. ബിസിനസ് അനലിസ്റ്റായിട്ടും മാർക്കറ്റിംഗ്, അതായത് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ വളരെ പോപ്പുലർ ആണല്ലേ. അതിൽ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ആണ് ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ മേഖലയിലും മാനേജ്മെൻറ്റ് സ്റ്റഡീസ് കഴിഞ്ഞ ആൾക്കാർക്ക് ജോലി സാധ്യതയുണ്ട്. ഇതുകൂടാതെ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനിലും ഈ ആൾക്കാർക്ക് ജോലി സാധ്യതയുണ്ട്. കൂടാതെ സ്റ്റാർട്ടപ്പുകൾ, നമുക്കറിയാം ഒരു വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം തന്നെ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ മാനേജ്മെൻറ്റ് സ്റ്റഡീസുകാരെയാണ് ആൾക്കാർ പ്രിഫർ ചെയ്യാറുള്ളത്. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് കൊണ്ടുവരുന്നുണ്ട്, പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ BMS എന്ന് പറയുന്ന പ്രോഗ്രാം വളരെയധികം സ്യൂട്ടബിളാണ്. ഇനി ഇതൊന്നുമല്ല, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ല, പഠിപ്പിക്കുന്നതിലാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രൊഫസറായിട്ടോ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടോ ഒക്കെ മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ടോപ്പ് മാനേജ്മെൻറ്റ് സ്കൂൾസിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ടീച്ചിങ് എന്ന് പറയുന്നത് ഹൈലി പെയ്ഡ് ആയിട്ടുള്ളൊരു ജോബാണ്. അപ്പോൾ ഈ പറയുന്ന IIMസിലായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായാലും മാനേജ്മെൻറ്റ് ഏരിയയിൽ പ്രൊഫസർ ആവാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഈ പറയുന്ന കരിയർ നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ കുട്ടിക്ക് ഏതാണ് സ്കില്ല്, അല്ലെങ്കിൽ ഏത് മേഖലയിലേക്കാണ് അവൻ്റെ ഭാവിയിൽ അവൻ എത്താനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അവനെ എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഏത് മേഖലയിലാണ്. ചില പാരൻസിന് ബിസിനസ് ഉണ്ടാവും അല്ലേ. അപ്പം ആ പറയുന്ന ബിസിനസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ അത് ടേക്ക് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഓപ്പറേഷണൽ ലെവലിലാണോ ആളെ ആവശ്യം, സ്ട്രാറ്റജിക് ലെവലിലാണോ ആളെ ആവശ്യം. അപ്പോൾ അതിനനുസരിച്ച് ഗൈഡ് ചെയ്യുക, അതിനനുസരിച്ചിട്ട് കുട്ടികളെ നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക.